Good morning. Session 27. Today we discuss something that we started discussing yesterday. Self-talk. ഒരു പ്രധാനപ്പെട്ട കാര്യം, ദിസ് ഈസ് എ ലാംഗ്വേജ് പ്രാക്ടീസിങ് ടിപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക, പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ളതാണ് കാര്യം. അത് തിയറൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതല്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ how deep you study about what is self-talk, etc. What is more important is practicing self-talk. Now today we are going to see what actually is self-talk and how this is going to be beneficial for us. ഈ സെൽഫ്-ടോക്ക് എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായോഗിക ടിപ്പ് എന്നുള്ള രീതിയിൽ ഇത് എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ലേണറെ സഹായിക്കുക എന്നുള്ളതാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വൺ റീസൺ ഫോർ ദിസ് ഇസ് ദാറ്റ് നമ്മൾ പഠിക്കുന്ന ഒരു രീതി കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് സാധാരണ പഠിച്ചു പോകുന്നു. ഓക്കെ, നമ്മുടെ പൊതുവേ നമ്മുടെ കരിക്കുലത്തിൻ്റെയും സിലബസിൻ്റെയും ഒക്കെ ഒരു രീതി അങ്ങനെയാണ്. ഓക്കെ, വി തിയറൈസ് ടു മച്ച്. ഓക്കെ, and the theory remains theory only. Okay, it's never put into practice. നമ്മൾ സൈദ്ധാന്തികമായിട്ട് ഭാഷയെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അത് പ്രയോഗത്തിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ നമ്മുടെ ഈ സെഷനാണെങ്കിലും നമുക്ക് കിട്ടുന്ന ടിപ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടിപ്സ് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, റിയൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സെൽഫ് ടോക്ക് ആൻഡ് പ്ലീസ് പ്രാക്ടീസ് സെൽഫ് ടോക്ക്. ഓക്കെ, ലെറ്റ് us see what is സെൽഫ് ടോക്ക്. ഓക്കെ, ഇതിൽ there are so many things to be said about a self-talk. ഇത് അതിനെ തിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുകയാണെങ്കിൽ അവനവനോട് തന്നെയുള്ള സംസാരം എന്നുള്ളതാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവനവനോട് തന്നെ ഉറക്കെയല്ല നാം സംസാരിക്കുന്നത്, സൈലൻ്റ് ആയിട്ടാണ്. ഓക്കെ, ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സൈലൻറ്റ് ടോക്ക് വിത്ത് വൺ സെൽഫ്. ഇങ്ങനെ സൈലൻ്റായി സംസാരിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് ആദ്യം നമുക്ക് സംശയമുണ്ടാകും. ഇതിന് കാര്യം, ഇഫ് വി കീപ് പ്രാക്ടീസിങ് ദിസ്, ഓക്കെ, we will be in a tendency, we will be developing a tendency of speaking continuously. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി സംസാരിക്കാനുള്ള ശീലം ഇതിൽ നിന്നും നമുക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ, ഒരു സമൂഹം എന്നുള്ള രീതിയിൽ മലയാളിയുടെ ചില പ്രത്യേക സവിശേഷതകളോട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലയാളി അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമുള്ള ആളുകളാണ്. ഓക്കെ, സംസാരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, ധാരാളമായി മലയാളത്തിൽ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അതിനെ ഒരു വ്യക്തിത്വ പ്രകാശനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന സംസാരങ്ങൾ കുറവാണ്. ഓക്കെ, അത് കുറയുന്നത് കൊണ്ട് ആണ് അത്തരത്തിലുള്ളൊരു സംസാരം ഒരു വിദേശ ഭാഷയിലാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് ഈ വിദേശ ഭാഷയിൽ സംസാരിക്കുന്നതിനോടും എഴുതുന്നതിനോടും ഒക്കെ ഒരു വിമുഖത വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ യഥാർത്ഥ സംസാരം എന്ന് പറഞ്ഞാൽ ആത്മപ്രകാശനമാണ്. ഓക്കെ, സെൽഫ് എക്സ്പ്രഷനാണ്. ഓക്കെ, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ആക്ടിവിറ്റി ടു. സാധാരണഗതിയിൽ സംസാരിക്കുന്നത് പോലെ, കാഷ്വൽ ടോക്ക് പോലെ, ചിറ്റ് ചാറ്റ് പോലെ ഉള്ള ഒരു രീതിയല്ല യഥാർത്ഥത്തിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മുടെ സാധാരണഗതിയിലുള്ള സമയം കൊല്ലാനായിട്ടുള്ള വെടിപറച്ചിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംസാരത്തിനെയല്ല നമ്മൾ സംസാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായി പേഴ്സണാലിറ്റിയെ മാർക്ക് ചെയ്യുന്ന, വ്യക്തമായി പേഴ്സണാലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന, വ്യക്തമായി പേഴ്സണാലിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ആശയവിനിമയത്തിനെയാണ് നമ്മൾ സംസാരം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ആക്ച്വലി ഇൻവോൾവ്സ് സെൽഫ് എക്സ്പ്രഷൻ. അപ്പോൾ ഈ സെൽഫ് എക്സ്പ്രഷനാണ് സംസാരം എന്നുണ്ടെങ്കിൽ, സെൽഫ് എക്സ്പ്രഷനാണ് ശരിയായ സംസാരം എന്നുണ്ടെങ്കിൽ, ഒരു സെൽഫ് ഉണ്ടെങ്കിലേ സെൽഫ് എക്സ്പ്രഷൻ സാധ്യമാവുകയുള്ളൂ. സോ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സെൽഫ്. Okay, the creation of a self, the development of a self, the establishment of a self, the establishment of a space for self. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കണം. അപ്പോൾ ഈ സെൽഫ് ടോക്കിൽ ഈ നടക്കുന്നത് പ്രധാനമായും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, when you talk to yourself, when you talk silently to yourself, when you are focusing on yourself, you are basically establishing a self. Okay, establishing a self, you are positioning it. Okay, you are positioning yourself. Okay, you are
creating a space for self. Okay? And that is what you mean by expressing self. Okay, so you sense a self. ആദ്യത്തെ കാര്യം അതാണ്. So let us try with an example that will be more clear. ഇത് എന്താണ് ഈ പറഞ്ഞതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് കാണാം. ഓക്കെ, യൂഷ്വലി വി ഡോണ്ട് സീ ദ പോയിന്റ് ഇൻ സ്പീക്കിംഗ് ടു അവർ സെൽഫ്. ഓക്കെ, ഇതിന് രണ്ട് തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഇഫ് സൈക്കോളജിസ്റ്റ് ഈസ് സ്പീക്കിംഗ് ടു യു, ഹി വിൽ സേ ദാറ്റ് ദിസ് ഈസ് എ ഗ്രേറ്റ് സ്ട്രെസ് ബേസ്റ്റർ. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ബോട്ടിൽഡ് അപ്പായിട്ടുള്ള പ്രഷേർഡ് അപ്പായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസിനെയോ അല്ലെങ്കിൽ സ്ട്രെസ് ഇമോഷൻസിനെയോ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വഴിയും കൂടിയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. സോ പ്രോബബ്ലി ഇൻ മെനി കേസസ് യു ഡോണ്ട് ഹാവ് അനദർ പേഴ്സൺ ടു സ്പീക്ക് ടു. ഓക്കെ, നമുക്ക് സംസാരിക്കാൻ ഒരു ആൾ ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഇഫ് യു സ്പീക്ക് ടു യുവർ സെൽഫ്, ദിസ് ഈസ് എ സ്ട്രെസ് ബേസ്റ്റ്. Okay, this has been proved. Okay, by many clinical psychologists, this has been proved too. ഓക്കെ, നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ടെൻഷനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒന്ന് എഴുതിയെടുക്കുകയോ നമ്മൾ ഒരു പേപ്പറിലേക്ക് നമ്മൾ പകർത്തുകയോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ അത് പറയുകയോ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് എ കൈൻഡ് ഓഫ് റിലീഫ്. ഓക്കെ, ദിസ് എ റിലീസ് ഫ്രം ദിസ് ടെൻഷൻ. അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. വി ആർ നോട്ട് ടോക്കിംഗ് ഓഫ് ദാറ്റ്. വി ആർ സ്പീക്കിംഗ് ഓഫ് വെൻ വി ആർ സ്പീക്കിംഗ് ടു അവർ സെൽഫ്. Okay, about something that we like or something that we dislike. Okay, we are sensing ourself in fact. നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച്, നമ്മുടെ മുൻഗണനകളെക്കുറിച്ച്, പ്രയോറിറ്റീസിനെ കുറിച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ഒക്കെ, നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ these things are becoming clear to us. Okay, these concepts are becoming clear to us. And indirectly, our sense of self is getting strengthened. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്ന ബോധം നമുക്ക് ശക്തിപ്പെട്ടു വരുന്നു. Let us take an example to understand this. Okay, suppose we are drinking a cup of coffee. Okay, we can engage ourselves in self-talk. We can speak to ourselves about what kind of coffee do we like. Do we like its aroma? Okay. Do we like its sweetness? Do we like its thickness? Do we like its creaminess? Okay. Do we like it hot, steaming? Or do we like it lukewarm? ഇങ്ങനെ ഒരു കപ്പ് കാപ്പി, നമുക്കിഷ്ടപ്പെട്ട ഒരു കപ്പ് കാപ്പിയാക്കി മാറ്റുന്നത് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ വി ആർ ആക്ച്വലി സ്പേസിങ് അവർ സെൽഫ്. വി ആർ ആക്ച്വലി പൊസിഷനിങ് അവർ സെൽഫ്. അപ്പോൾ നമ്മുടെ സെൽഫിനെയാണ് നമ്മളവിടെ കണ്ടെത്തുന്നത്. ഓക്കെ, ഒരു കപ്പ് കാപ്പി എന്നുള്ളത് ഒരു ഒബ്ജക്റ്റാണ്. റൈറ്റ്? ഇഫ് ദർ ആർ 10 people or 20 people speaking about a cup of coffee, we will have 10 or 20 different descriptions of a cup of coffee. ഇതിന് കാരണം ഇവർ ഓരോരുത്തർക്കും ആ ഒരു കപ്പ് ഓഫ് കോഫിയോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നമ്മുടെ ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. ആസ് ഫാർ ആസ് എ കപ്പ് ഓഫ് കോഫി ഈസ് കൺസേൺ, ഹാവ് വി തോട്ട് അബൌട്ട് ദ ഡിഫറൻസ് ദാറ്റ് വി ഹാവ് ഇൻ അവർ സെൽഫ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കപ്പ് കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള കാപ്പിയാണ് എനിക്കിഷ്ടം? എനിക്ക് അത് കൂടുതൽ കൊഴുപ്പുള്ള കാപ്പിയാണോ, ക്രീമി ആയിട്ടുള്ള കാപ്പിയാണോ, അതോ ഡു ഐ ലൈക്ക് ഇറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ളതാണോ ഇഷ്ടം, അതോ എനിക്കൊരു സാധാരണ സ്ട്രോങ് കോഫിയാണോ ഇഷ്ടം, അതോ എനിക്ക് തിളയ്ക്കുന്ന സ്റ്റീമിങ് ഹോട്ട് ആയിട്ടുള്ള കോഫിയാണോ ഇഷ്ടം, അതോ എനിക്ക് ലൂക്ക് വാം ആയിട്ടുള്ള അല്പം തണുത്തിട്ടുള്ള കോഫിയാണോ ഇഷ്ടം, ഡു ഐ ലൈക്ക് ഇറ്റ് ബ്ലാക്ക് ഓർ ഡു ഐ ലൈക്ക് ഇറ്റ് വിത്ത് മിൽക്ക്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഒരു കപ്പ് ഓഫ് കോഫിയെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. Okay, usually I go without thinking of these things because I know what kind of coffee I like and I get that coffee, or I make it a point that I get that kind of coffee. അങ്ങനെ കിട്ടുന്ന സമയത്ത് പോലും we speak to ourselves that okay, I am getting a cup of coffee, a wonderful cup of coffee, and this is to my taste. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, this is to my liking that I am getting this cup of coffee. Okay, it is sugary as far as I am concerned. It is to my taste. It is sweet,
ഇറ്റ് ഈസ് സ്റ്റീമിങ് ഹോട്ട്, ഇറ്റ് ഈസ് അറോമാറ്റിക്, അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഞാൻ അറിയുന്നു, ഞാൻ ആസ്വദിക്കുന്നു. ആരാണ് ആസ്വദിക്കുന്നത്? ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ ഉണ്ട്. ഐ ആം ദർ. ദ സെൻസ് ഓഫ് ഐ ഈസ് ദർ. Okay, this sense of I that is being strengthened. That is what we mean by establishing the self. Okay, the self is established. Like ഇങ്ങനെ പല ചെറിയ ചെറിയ സന്ദർഭങ്ങളിലായി നമ്മൾ സെൽഫിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയാണ്. When you speak about a dress, when you speak about your hairstyle, when you speak about anything that you use, when you speak about your food, okay, when you speak about the places that you like, when you speak about the movies that you like, the actors that you like, the sports persons you like, when you speak almost about anything concerning you, okay, you are indirectly creating a sense of self. Okay, ഈ സെൽഫാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്, നമ്മുടെ കോർ എന്ന് പറയുന്നത്. ഈ സെൽഫ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് സെൻസിറ്റൈസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ വി എസ്റ്റാബ്ലിഷ് ദ സെൽഫ് ഓൺ ദ ഫസ്റ്റ് പ്ലേസ്, ദെൻ വി പൊസിഷൻ ദ സെൽഫ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് സെൽഫ് ഡു ഐ ഹാവ്? Okay, ഇത് നമ്മൾ we become more conscious of this. What kind of person I am? What kind of inner self I have? എൻ്റെ ഉള്ളിലുള്ള ആന്തരിക സത്വം എന്ന് പറയുന്നത്, എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രകൃതം എന്താണ്? Am I a go-getter? Am I a street smart kind of person? Am I an extrovert? Am I an introvert? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള വ്യക്തിയാണ് ഞാൻ? ഈ സ്വയം ഇങ്ങനെ പല കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ എന്നെ കണ്ടു കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് ഞാൻ എന്ന ബോധം എനിക്കുണ്ടാവും. റൈറ്റ്, ആ ബോധം വളരെ പ്രധാനമാണ്. ഓക്കെ, ഏത് തരത്തിലുള്ള വ്യക്തിയാണ്? ഞാനൊരു അധോമുഖനായ വ്യക്തിയാണോ? സാമൂഹിക ബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളാണോ? അതോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണോ? ഓക്കെ, അതോ പിന്നെ ഐ എം എ ഗോ ഗെറ്റർ, നമ്മൾ ഒരു വലിയ നേട്ടങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണോ? അതോ ഐ എം എ കാഷ്വൽ കൈൻഡ് ഓഫ് പേഴ്സൺ, വെരി കെയർലെസ് കാഷ്വൽ കൈൻഡ് ഓഫ് പേഴ്സൺ, ഈസി ഗോയിങ് പേഴ്സൺ ആണോ? ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ആളാണ് നാം എന്നുള്ള പൊസിഷനിങ് നമുക്ക് ലഭിക്കുന്നു. ഇതിനും തുടക്കം ഈ സെൽഫ് ടോക്ക് തന്നെയാണ്. ഇറ്റ്സ് വൺ ആക്ടിവിറ്റി, റൈറ്റ്? Then we are creating a space for ourself. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു സെൽഫിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ, സെൽഫ് ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ എവിടെ നമുക്ക് സ്പേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. Right? Whenever we are in a gathering, whenever we are with other people, we need to keep ourselves in a position. This is what you call a status. ഓക്കെ, അതിൽ നിന്നാണ് മറ്റ് പല കാര്യങ്ങളും, നിങ്ങളുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ നിങ്ങളുടെ റെസ്പെക്ട്ഫുൾനെസ് എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടെ നിന്ന്, ഈ പൊസിഷനിങ്ങിൽ നിന്നാണ്. സോ അൺലെസ് യു പൊസിഷൻ യുവർ സെൽഫ്, യു ആർ നോട്ട് ടേക്കൺ ആസ് എ സെപ്പറേറ്റ് പേഴ്സൺ, ആസ് എ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അൺഡിവൈഡഡ് എന്നാണ്. ഓക്കെ, അൺഡിവൈഡഡ് മീൻസ് ഹി ഈസ് ഹാവിങ് എ സെൽഫ് വിച്ച് ഈസ് അൺഡിവൈഡഡ്, വിച്ച് ഈസ് ഫോക്കസ്ഡ്, വിച്ച് ഈസ് കോൺസെൻട്രേറ്റിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ അൺഡിവൈഡഡ് എന്ന് പറഞ്ഞത്. വിഭജിതമല്ലാത്ത സത്വം ആണ്, വിഭജിതമല്ലാത്ത സത്തയാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സത്തയുള്ള ഒരാളെ മാത്രമേ നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കാൻ പറ്റൂ, വ്യക്തി എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും യു ഗെറ്റ് എ നീഡ് ഫോർ എക്സ്പ്രസിങ് യുവർ സെൽഫ്. അപ്പോൾ ആദ്യം ഇതൊരു യു ആർ പ്രഷേർഡ് ടു എക്സ്പ്രസ് യുവർ സെൽഫ്, ബട്ട് അൾട്ടിമേറ്റ്ലി വെൻ യു കീപ് പ്രാക്ടീസിങ് ദിസ് ബിക്കംസ് എ ഹാബിറ്റ് ആൻഡ് യു ആർ ക്വൈറ്റ് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. What happens? There is a need for expressing yourself and you start expressing yourself, right? This is what is our intention. ആശയപ്രകാശനമാണ് സെൽഫ് എക്സ്പ്രഷൻ എങ്കിൽ ഈ ആശയപ്രകാശനത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായി വന്ന് പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ആശയം ഉണ്ടെങ്കിലേ നമുക്കത് പ്രകാശനം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആശയം ഉണ്ടാകുന്നത് നമുക്കൊരു വ്യക്തിത്വം, ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു പേഴ്സണാലിറ്റി, ഒരു ക്യാരക്ടർ ഉണ്ടാകുമ്പോഴാണ്. റൈറ്റ്? അപ്പോൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം, തനിമ എന്ന് പറയുന്നൊരു സാധനമാണ്. ഓക്കെ, ഈ തനിമ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗ്ഗമാണ് സ്പീക്ക് ടു യുവർ സെൽഫ്. ഓക്കെ, അതിന് സൈക്കോളജിയിൽ വളരെ ഗഹനമായ ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ദേ യൂസ് ദ വേർഡ് ഇൻട്രോസ്പെക്ഷൻ. Introspection means looking inside. Spectre means looking. Okay, so inside. Introspection means looking inside. We need to keep on looking inside.
നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബോധത്തിലേക്ക്, നമ്മുടെ അവബോധത്തിലേക്ക് തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം ആരാണ് എന്ന ബോധം നമുക്കുണ്ടാവും. ഓക്കെ, ആ ബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത, ഒരു നീഡ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ നീഡ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി സ്പോണ്ടേനിയസ്ലി സ്പീക്കിംഗ്. കാരണം അവിടെ സ്പീക്കിംഗ് അല്ലാതെ നമുക്കൊരു വഴിയില്ല. കാരണം നമുക്കൊരു സെൽഫുണ്ട്. ആ സെൽഫിന് അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അതിൻ്റെ തീരുമാനങ്ങളുണ്ട്, അതിൻ്റെ മുൻഗണനകളുണ്ട്. ഇതൊക്കെ വരുന്ന സമയത്ത് അതിനെ സ്വയം എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ബിഗിനിങ് ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ ആദ്യം 2 കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സാധാരണ നമ്മുടെ കാഷ്വൽ ടോക്ക് എന്ന് പറയുന്നതിനെ സംസാരമായി കാണുവാൻ പറ്റുകയില്ല. സംസാരം ഉയർന്ന തലത്തിലുള്ള ഒരു പ്രക്രിയയാണ്. അതൊരു സെൽഫ് എസ്റ്റാബ്ലിഷിംഗ് പ്രക്രിയയാണ്. അതൊരു സെൽഫ് എക്സ്പ്രസിങ് പ്രക്രിയയാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് വി കനോട്ട് അഫോർഡ് ടു ഫോർഗെറ്റ്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അത്തരത്തിലുള്ള സംസാരം എപ്പോഴും സർഗാത്മകമായിരിക്കും, എപ്പോഴും രസകരമായിരിക്കും, എപ്പോഴും ചിന്തനീയമായിരിക്കും. ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് മുഴുവൻ അതിലുണ്ടാകും. ഒരു ചെറിയ ഇൻസ്റ്റൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കും. ഇത്തരത്തിലുള്ള ആത്മബോധമുള്ള ആളുകളുടെ സംസാരത്തിൻ്റെ സവിശേഷത ഒരു ചെറിയ ഒരു എക്സ്പ്രഷൻ പറഞ്ഞുകൊണ്ട്, പ്രായോഗികമായിട്ടൊരു എക്സ്പ്രഷൻ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. റൈറ്റ്, എബ്രഹാം ലിങ്കൺ, എവറി വൺ ഓഫ് യു ഹാവ് ഹേർഡ് ഓഫ് ഹിം. റൈറ്റ്, എബ്രഹാം ലിങ്കൺ ഒരു ശാരീരികമായി വളരെ പൊക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു. അത് എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് ദി സ്റ്റോൾ മാൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആരോ കളിയാക്കാനായിട്ട് ലിങ്കനോട് കാഷ്വലായിട്ട് ചോദിക്കുകയാണ്, ഓക്കെ, ഹൗ ടോൾ ആർ യു മിസ്റ്റർ ലിങ്കൺ? ഓക്കെ, അതിന് ഉടനെ തന്നെ ലിങ്കൻ്റെ മറുപടി, ഐ ആം ലോങ് ഇനഫ് ടു റീച്ച് ദ ഫ്ലോർ എന്നാണ്. എവിടെ നിന്നാലും എൻ്റെ കാല് നിലം സ്പർശിക്കുമെന്നാണ്. ഇതിനകത്ത് ജെനുവിനായിട്ടുള്ള ഫലിതമുണ്ട്, അതുപോലെ തന്നെ ജെനുവിനായിട്ടുള്ള ഉൾക്കാഴ്ചയുമുണ്ട്. നിങ്ങൾ എത്ര ഉയരമുള്ള ആളാണെങ്കിലും നിങ്ങൾ നിൽക്കുമ്പോൾ നിലം സ്പർശിക്കുന്നു എന്നുള്ള ഒരു ധ്വനി കൂടെ ഇതിനകത്തുണ്ട്. ഇത് പറയാൻ ഒരു ലിങ്കന് മാത്രമേ കഴിയുകയുള്ളൂ. നിരവധി ഇൻസ്റ്റൻസസ് ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, അവരുടെ സംസാരശീലങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പല ഇൻസ്റ്റൻസസും കണ്ടെത്തിയിട്ടുണ്ട്. ലിങ്കണ് തന്നെ ഒരിക്കൽ ഒരു സാഹിത്യ രചയിതാവ്, അദ്ദേഹം രചിച്ചുണ്ടാക്കിയ ഒരു പുസ്തകം, അത്ര ഗുണമൊന്നുമില്ലാത്തൊരു പുസ്തകം ലിങ്കണ് അഭിപ്രായം അറിയാനായിട്ട് കൊടുത്തു. ലിങ്കൺ വളരെ വലിയൊരു വായനക്കാരനായിരുന്നു. ഓക്കെ, പുസ്തകങ്ങൾ മറച്ചു നോക്കിയാൽ തന്നെ അവയുടെ ഉള്ളടക്കം മനസ്സിലാകാവുന്ന രീതിയിലുള്ള ഒരു അത്രയും ഷാർപ്പായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വായനക്കാരനായിരുന്നു ലിങ്കൺ എന്നാണ് പറയുന്നത്. ഈ ലിങ്കൺ ഈ പുസ്തകം മറച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മനസ്സിലായി ഇതൊരു ട്രാഷാണ്, അത്ര ഒരു ഗുണമില്ലാത്ത പുസ്തകമാണെന്ന് മനസ്സിലായി. പക്ഷേ ഇത് എഴുതിയ രചയിതാവിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ലിങ്കൺ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുകയാണ്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓഫ് ദിസ് ബുക്ക് മിസ്റ്റർ ലിങ്കൺ? ദിസ് ഈസ് ദ ഒപ്പീനിയൻ. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ബുക്ക് ദാറ്റ് വിൽ ബി റെഡ് ബൈ ദോസ് പീപ്പിൾ ഹൂ വിൽ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ബുക്ക്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ലിങ്കൺ ഹാസൻറ്റ് സെഡ് എനിത്തിങ്, ലിങ്കൺ ഹാസ് സെഡ് എവറിത്തിങ്. റൈറ്റ്, അപ്പോൾ ഇത് വരുന്നത്, ഈ ഒരു സജീവത വരുന്നത്, ഈ ഒരു ലൈവ്ലിനെസ് വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫിനെ കുറിച്ചുള്ള, അവനവനെക്കുറിച്ചുള്ള, അവനവൻ്റെ ബോധത്തിൽ നിന്നും, അവനവൻ്റെ വ്യതിരിക്തതയെക്കുറിച്ചുള്ള, അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെക്കുറിച്ചുള്ള അവനവൻ്റെ ബോധത്തിൽ നിന്നും, അതിൻ്റെ മതിപ്പിൽ നിന്നും, അവനവനെക്കുറിച്ചുള്ള അവനവൻ്റെ മതിപ്പിൽ നിന്നുമാണ് ഈ ഒരു ഭാഷ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ പ്രത്യേകം പറയുന്നു, വർത്തമാനം പറയുകയല്ല, സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ, ഹയർ ലെവൽ സെൽഫ് എക്സ്പ്രഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ സെൽഫിനെ കുറിച്ച് സെൻസിറ്റീവ് ആവുക. അതിലേക്കുള്ള ഏറ്റവും എളുപ്പമായ മാർഗം, ഇന്ന് തന്നെ നാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങേണ്ട മാർഗം സെൽഫ് ടോക്കാണ്. നമ്മെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാം നമ്മോട് തന്നെ സംസാരിക്കാൻ തുടങ്ങുക. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ദ ഡേ. We shall meet again tomorrow.